ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് നമ്മൾ വീടുകളെല്ലാം റിനോവേഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പണികളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴോ അല്ലെങ്കിൽ ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും കോൺക്രീറ്റ് വർക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫിക്സ് ചെയ്താൽ പോരാ, അതിന് പകരം കുറച്ച് കെമിക്കൽസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് വേണം അത് ചെയ്യാൻ. എന്നിരുന്നാലാണ് ഫ്യൂച്ചറിൽ വരുന്ന ക്രാക്കുകളോ സ്ട്രക്ചറൽ ഫെയിലിയേഴ്സോ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് നാളുകളായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കുറച്ച് തിരക്കുകളൊക്കെ പെട്ടുപോയത് കൊണ്ടാണ്. ഇനി നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നും കുറേ ആശയങ്ങളും അറിവുകളും എല്ലാം ലഭിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വീടിൻ്റെ സ്ലാബിൻ്റെ എക്സ്റ്റൻഷൻ വർക്കിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ 75 സെൻറ്റിമീറ്റർ സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ നമ്മൾ 10-ൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അത് 20 സെൻറ്റിമീറ്ററോളം ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്തിട്ട് ഹിൽട്ടിയുടെ കെമിക്കൽ ഇതാണ് ഹിൽട്ടിയുടെ കെമിക്കൽ. ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ്, ഇതാണ് ഗണ്ണ്. ഈ ഗണ്ണിൽ ഈ കെമിക്കൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഈ കെമിക്കൽ അപ്ലൈ ചെയ്യും. അതിനുശേഷമാണ് ഈ കമ്പി കറക്റ്റ് കട്ട് ചെയ്ത് ഈ 20 സെൻറ്റിമീറ്റർ കൂടെ ഉള്ളിലേക്കും കൂടെ ആങ്കറിങ്ങിന് വേണ്ടി കൊടുത്ത് കെമിക്കൽ അപ്ലൈ ചെയ്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുക. അത് ഈ അടിയിൽ ഇതിൽ മാത്രം ഇത് നിൽക്കും. പക്ഷേ അഡീഷണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കും. ഇവിടെ അങ്ങനെ ഒരു യു ഷേപ്പിൽ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ച് അതും ഇതുപോലെ ഡ്രില്ല് ചെയ്ത്, ഇത് 10-ൻ്റെ കമ്പിയാണ്, ഇത് 8-ൻ്റെ കമ്പിയാണ്. 8-ൻ്റെ കമ്പിക്ക് നമ്മൾ 10-ൻ്റെ ഡയാണ് ഹോള് വേണ്ടത്. അതുപോലെ 12-ൻ്റെ, ഇവിടെ 10-ൻ്റെ കമ്പിയാണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്, അതിന് 12-ൻ്റെ ഹോളാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഹിൽറ്റ് ഉപയോഗിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് റോക്കിൻ്റെ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞ കെമിക്കലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ യാതൊരു കാരണവശാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത്രയും ഹെവി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇതിൽ സ്ലാബുകൾ എന്തെങ്കിലും കാരണവശാൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഇവിടെ ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ ഒരു ബീം പോലെ കൊടുക്കും. അത് നമ്മുടെ ചുമരിൻ്റെ ഭാഗമായി വരും. അതിനുശേഷം ഈ 70 സെൻറ്റിമീറ്റർ ഈ പ്രൊജക്ഷൻ, ഇതൊരു ബാൽക്കണി സ്പേസ് ആയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ലാബ് എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു വർക്ക് ബീമിന്നോ അല്ലെങ്കിൽ സ്ലാബിന്നായാലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വർക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അത് നമുക്ക് മനസ്സിലായെന്ന് തരും. അതിനുശേഷം ഈ ബീമിൽ നിന്ന് കമ്പി ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത ഒരു ലെയറും കൂടെ നമ്മൾ കൊടുക്കും. ഇത് അഡീഷണൽ സേഫ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇത് 20 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ ഇതേപോലെ വെച്ച് കൊടുക്കും. ഇതുപോലെ ഇവിടെ കഴിഞ്ഞ അടുത്തത് ഇതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബീമ് സ്ലാബ് ഒരു പ്രശ്നമില്ലാതെ ഒരു ഇഷ്യൂലാണ് നമ്മുടെ സ്ലാബ് എക്സ്റ്റൻഷൻ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ അടിയിൽ 2 കമ്പി, മുകളിൽ 1 കമ്പി കൂടി ഇട്ടു. എന്നിട്ട് അതിൽ ഈ 10-ൻ്റെ കമ്പി നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് ഇതിലേക്ക് വെച്ചിരിക്കുകയാണ് ആങ്കറിങ് വേണ്ടിയിട്ട്. അഡീഷണൽ കമ്പി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 10-ൻ്റെ കമ്പി നമ്മൾ ഇതിൽ ആ ഫ്ലോട്ടിൻ്റെ ഈ മുകളിലത്തെ കമ്പികൾ കമ്പി സ്ട്രോങ് ആയിട്ടുണ്ട്.
ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത വർക്കിൻ്റെ കംപ്ലീറ്റഡ് ആൻഡ് ഹാൻഡ് ഓവർ ഫോട്ടോഗ്രാഫാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി സ്പേസ്, എൽ ഷേപ്പിൽ കാണുന്ന ബാൽക്കണി സ്പേസ് ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത വർക്ക് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കാണുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഒരു കംപ്ലീറ്റഡ് ഒരു ഇമേജ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോട്ടോസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഈ 70 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്പേസ് എല്ലാം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ കെമിക്കൽസും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഐഡിയ, കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചിട്ട് ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്താൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ആയുസ് വളരെയധികം കൂടി കിട്ടും. ക്രാക്സ്, മറ്റുള്ള ഡിഫക്ട്സ് എല്ലാം കുറഞ്ഞു കിട്ടും. ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ആ ബിൽഡിങ് സുരക്ഷിതമായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയിലെ കമൻസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.